അനൂപ്, ഇന്നിപ്പം ആദ്യം കുട്ടനാട് MLA ഒരു വിമർശനം ഉന്നയിച്ചു. വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ കിട്ടുന്നില്ല, അവൈലബിൾ അല്ല മിനിസ്റ്റേഴ്സ് MLA മാരെന്നൊരു വിമർശനം. അത് കഴിഞ്ഞ് ജനീഷ് കുമാർ പറയുന്നു തന്നെ മുഖ്യമന്ത്രി വന്ന യോഗത്തിലേക്ക് പോലും തന്നെ വിളിച്ചില്ല. ഇപ്പൊ വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി പോയി, റാന്നിയിൽ പോയി, ആറന്മുളയിൽ പോയി. പക്ഷെ എന്തുകൊണ്ടാണ് അടൂരിലേക്ക് പോകാഞ്ഞത്, കോന്നിയിലേക്ക് പോകാഞ്ഞത്? അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇവിടെ CPM-ന്റെ പ്രതിനിധി അതിസമർത്ഥമായൊരു അതിവൈകാരികത സൃഷ്ടിക്കാൻ ശ്രമിക്കുക. വണ്ടൂരിൽ 5 പേർ മരിച്ചപ്പോൾ പൊന്നാനിയിൽ 15 വിഭവങ്ങൾ. ആ പ്രാസം ഒന്ന് ശ്രദ്ധിക്കണം. 15 വിഭവങ്ങൾ അവിടെ 5 പേർ മരിച്ചപ്പോൾ കല്യാണം, പാല് കാച്ചൽ കല്യാണം എന്ന് പറഞ്ഞ് അതിവൈകാരികത സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നേ CPM നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ സമ്പൂർണ്ണമായി യോജിക്കുകയാണ്. മനുഷ്യന് പ്രയോറിറ്റികളുണ്ട്. ആ പ്രയോറിറ്റികൾ മുൻകാല പ്രാബല്യത്തോട് ചർച്ച ചെയ്യണം. ഒരു ജീവിതകാലം മുഴുവൻ സമരസഖാവായ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ വിദേശത്തേക്ക് വിനോദയാത്ര പോയ ആളുടെ പേര് പിണറായി വിജയന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? കോടിയേരി ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം കുടുംബവുമായി വിനോദയാത്ര നടത്തലായിരുന്നോ പിണറായി വിജയന്റെ പ്രയോറിറ്റി? എല്ലാ പ്രയോറിറ്റിയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നേ. ഇവിടെ അല്ലല്ല, ഒരു കാര്യമല്ല. ഇവിടെ പിണറായി വിജയന്റെ പ്രയോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജയിക്ക് മിണ്ടാതിരിക്കേ. ജയിക്ക് ഇവിടെ ഞാൻ പറഞ്ഞത് 5-15 വെച്ച് കളിച്ചില്ലേ? 5-15 വെച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? 5-15 വിളിച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? അവിടെ 5 പേർ മരിക്കുമ്പോ ഒരു മരണ വീട്ടിൽ പോലും ചിലപ്പോ 5 കൂട്ടം കറികളൊക്കെ ഉണ്ടാവുന്നേ. ഒരു സാമ്പാറും പപ്പടവും അച്ചാറും ഒക്കെ മരണ വീട്ടിൽ പോലും ഉണ്ടാവും. ഇവിടെ അദ്ദേഹം പറഞ്ഞു 7 കൂട്ടം കറികളുള്ളോ. വളരെ കൃത്യമായി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെ 5 പേർ മരിച്ചപ്പോ 15 കൂട്ടം കറികളുമായി ആസൂത്രിതമായി ആഘോഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വെറുപ്പുൽപാദനമാണ് ജയിക്ക് നടത്തുന്നത്. അങ്ങനെയാണോ സംഭവിച്ചത്? ഇവിടെ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ പത്ത് കൂട്ടം കറി മാറ്റിവെക്കാൻ പറയാൻ പറ്റുമോ? വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ വീട്ടുകാരോട് പറയാണ് 5 പേർ മരിച്ചു എന്ന് പറയാൻ കഴിയുമോ ജയിക്ക്? എന്താണ് കരുതി കൂട്ടി വെറുപ്പുണ്ടാക്കുന്നത്, ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തുന്നത്? ഇവിടെ 5 പേർ മരിച്ചു, അന്ന് മുഖ്യമന്ത്രി 15 കൂട്ടം കഴിക്കരുത്, ഒരു 10 മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആ തീന്മേശയിൽ ഇരിക്കാൻ പറ്റുമോ? കരുതി കൂട്ടി താരതമ്യം നടത്തി അതിവൈകാരിക സൃഷ്ടിക്കല്ലേ? മറുപടി ഉണ്ടോ? എവിടെ പോയി പ്രയോറിറ്റി? വിനോദയാത്ര നടത്തിയ ആരാണ്? എവിടെ പോയി? ശരി, ജയ്ക്ക് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി സമയം കഴിയാറായി. പറയൂ. ഒന്ന്, CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് മരണപ്പെട്ട ദിവസം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി എവിടേക്കും പോയിട്ടില്ല. അത് അദ്ദേഹം എന്റെ കാര്യത്തിൽ ജയിക്ക് ഇടപെട്ടില്ലേ? അത് എന്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ചരമയാത്ര തിരുവനന്തപുരത്ത് നിന്ന് നടക്കേണ്ട അദ്ദേഹത്തിന്റെ കുടുംബം പോലും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ ജയിക്ക്? വിനോദിനെ അവർ പറഞ്ഞില്ലേ അത് നിഷേധിക്കപ്പെട്ടു എന്ന്? അവർക്ക് വിഷമം ഉണ്ടാക്കിയെന്ന്? എവിടെ പോയി പ്രയോറിറ്റി? എവിടെ പോയി പ്രയോറിറ്റി? ഏതെങ്കിലും ഒരു എത്രയോ സാധാരണക്കാർ, പാവങ്ങൾ, നിസ്സഹായ മനുഷ്യർ, അവരല്ലേ ഈ ദുരന്തത്തിനിരയായിട്ടുള്ളത്. നൂറുകണക്കിന് വരുന്ന മനുഷ്യർ, ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ, ഇവർ ഇരകളാക്കപ്പെട്ട ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ സ്വകാര്യ മുതലാളികളുടെ ജൂലൈ ഉദ്ഘാടനം ചെയ്ത് ആഡംബര സജ്ജീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നപ്പോ ഞാൻ സ്വാഭാവികമായി ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രയോറിറ്റി ആർക്കാണ്? നിങ്ങളുടെ സാമൂഹ്യ ക്രമത്തിൽ മുൻഗണന സാധാരണക്കാരായ മനുഷ്യർക്കാണോ? അവരുടെ ദുരിതത്തിനാണോ? അവരുടെ ദുരന്തത്തിനാണോ? അതോ സ്വകാര്യ മുതലാളികളുടെ സ്വർണ്ണക്കടയും അതിനോടൊപ്പം അനേകം കുടുംബങ്ങളുള്ള ആഡംബര സദ്യയുമാണോ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. ആ വാക്ക് പ്രധാനമാണ്, പ്രയോറിറ്റി. അല്ല, അനൂപ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേ ചോദ്യം. ജയിക്കിന്റെ മറുപടി ഒന്ന് കേൾക്കും. ജയിക്ക് മറുപടി പറഞ്ഞോളൂ. ഞാൻ ഇത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ ഇത്രയേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, നിങ്ങളുടെ സാമൂഹ്യ ചിന്തകളിൽ നിങ്ങൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്?
കേരളത്തിൽ അനേകം ആളുകൾ മരണപ്പെടുന്നു. ചുരുങ്ങിയത് 8 പേർ അന്ന് മരണപ്പെട്ടു. 8 പേർ ഒരൊറ്റ ദിവസം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മരണപ്പെടുന്ന സമയത്ത് സ്വകാര്യ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സുസ്മേരവദനായി ചലച്ചിത്ര താരത്തെയും കൂട്ടി നിർത്തി ചിത്രമെടുത്ത് അതും കഴിഞ്ഞ് ആഡംബര സദ്യയുണ്ട ആഘോഷിക്കാൻ വേണ്ടി പൊന്നാനി MLA-യുടെ വീഡിയോ ദൃശ്യത്തിന്റെ പിന്തുണയോടുകൂടെ നടത്തപ്പെടുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏത് മലയാളിയും ചോദിക്കില്ലേ, മലപ്പുറത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും മുതലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലകപ്പെടുമ്പോൾ നിങ്ങൾ ആർക്ക് മുൻഗണന കൊടുത്തു, നിങ്ങൾ ആർക്ക് പ്രയോറിറ്റി നൽകി? ഇതൊരു സ്വാഭാവിക ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടിയില്ലല്ലോ. എന്തായിരുന്നു പിണറായിയുടെ പ്രയോറിറ്റി? അത് പറയും ജയിക്കെ. അതിപ്പോൾ അങ്ങേക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ജീവിതകാലം മുഴുവൻ സമരസഖാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നിഷേധിച്ച് അവിടെ വിദേശത്തേക്ക് വിനോദയാത്ര പോയ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി, അതിനെക്കുറിച്ച് അങ്ങേക്ക് കഴിയില്ല. കേരളം കണ്ടതാ കോടിയേരിയുടെ കുടുംബങ്ങളുടെ വയനാട്ടിലും ശരി ശരി നമ്മുടെ ശരി ശരി ശരി